നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC നേതൃത്വം കൃത്യമായി വിശദമായ കണക്കുകൾ പുറത്തുവിടുന്നു. വാരണാസിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അട്ടിമറിയെക്കുറിച്ച്. കേവലം 1,50,000 വോട്ടുകൾക്ക് നരേന്ദ്രമോദി വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ ആദ്യ 4 റൗണ്ടിൽ അജയ് റായ് മുന്നിട്ട് നിൽക്കുകയും 27% വോട്ടുകൾ വാരണാസിയിൽ തുടക്കത്തിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ 8,200 വോട്ടുകൾക്ക് അജയ് റായ് നരേന്ദ്രമോദിയെ പിന്നിലാക്കിക്കൊണ്ട് ലീഡ് ചെയ്യുകയും ചെയ്തപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ആഘോഷം തുടങ്ങിയതാണ്. വലിയ തോതിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഒരു നിമിഷം നെടുവീർപ്പോടെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി. നരേന്ദ്രമോദി ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പിന്നിലാകുന്നു, അതും 5,000-ലേറെ വോട്ടുകൾക്ക്. അത് 8,000 വരെ കടന്നു. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പരാജയപ്പെടുമോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവസാനം നരേന്ദ്രമോദിയുടെ ലീഡിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴിത് അജയ് റോയ് കൃത്യമായി പറയുന്നു. ആ നിമിഷത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം, അതായത് അജയ് റോയ്ക്ക് വൻ സ്വീകരണം ഒരുക്കി വാരണാസിയിലെ വോട്ടർമാർ, സമാജ്വാദി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിലെ വിജയമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ നരേന്ദ്രമോദിയുടെ വിജയം അത് ശാശ്വതമല്ല, അതിനെ റദ്ദാക്കണം, യഥാർത്ഥ വിജയി ഞങ്ങളുടെ പ്രതിനിധി അജയ് റോയ് തന്നെയെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഒന്ന് ഓർക്കണം, 4,60,000-ഓളം വോട്ടുകൾ അജയ് റായ് കരസ്ഥമാക്കുകയും നരേന്ദ്രമോദിയെ 6,000 മുതൽ 8,000 വോട്ടുകൾ വരെ ലീഡ് നില മാറി മറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 37 സീറ്റുകളാണ് UPയിൽ സമാജ്വാദി പാർട്ടി നേടിയെടുത്തതെങ്കിൽ കോൺഗ്രസ് അവിടെ 6 സീറ്റും, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ് അവിടെ നഗീന മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ പൊളിച്ചെഴുതിക്കൊണ്ട് അട്ടിമറി വിജയം നേടിയെടുത്തതും കൂടി ചേർക്കുമ്പോൾ 44 സീറ്റാണ് ഇന്ത്യ മുന്നണി പോരാട്ടത്തിലൂടെ ജയിച്ചു കയറിയത്. ഇവിടെയാണ് കണക്കുകൾ മുഴുവൻ തെറ്റുന്നത്. BJP പല വീടുകളിലുമായി 50-ലധികം വോട്ടർമാരെ കുത്തിത്തിരുക്കി കയറ്റിയ സംഭവങ്ങൾ വാരണാസിയിൽ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. വാരണാസിയിലെ കണ്ടോൺമെൻറ്റ് ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ടായ വോട്ട് തിരിമറി, അതിനെയൊക്കെ ഇപ്പോൾ BJP ന്യായീകരിക്കുന്ന അത് പല മഠങ്ങളിലുള്ള വോട്ടുകളാണ്. അവിടെയൊക്കെ 50ഉം 60ഉം സന്യാസിമാർ താമസിക്കും, അതൊക്കെ എങ്ങനെ തിരുത്താൻ കഴിയുമെന്നാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഇരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. 16 കൊല്ലവും 200-ൽ പരം ദിവസവും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നെങ്കിൽ നരേന്ദ്രമോദി 2ാം സ്ഥാനത്ത് ഇന്ദിരാഗാന്ധിയെ മറികടന്നുകൊണ്ട് എത്തിയിരിക്കുന്നു. എന്നാൽ എങ്ങനെ എത്തി? ശരിക്കും നരേന്ദ്രമോദിയെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്തതല്ല. നരേന്ദ്രമോദിയുടെ വിജയം പോലും റദ്ദാക്കണം എന്ന അഭിപ്രായം, ആ ഒരു നിർദ്ദേശം, ആ ഒരു ഹർജിയാണ് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത്. കപിൽ സിബൽ ഈ ഹർജി നൽകുകയും സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണി സഖ്യം സുപ്രീം കോടതിയെ സമീപിച്ച പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിക്കും.